ഞാൻ ഇന്നുണ്ടാക്കാൻ പോണ മട്ടർ പനീർ കഴിച്ച് എല്ലാവർക്കും സന്തോഷാവും. ഞാൻ ഈ മുടി കെട്ടിയതാ, ഇത് വീണ്ടും അഴിഞ്ഞു പോയല്ലോ. കാശ്വിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. കാശ്വിക്ക് ആഹാരം ഉണ്ടാക്കുന്നതും കഴിപ്പിക്കുന്നതും ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാർക്ക് നല്ല ആഹാരം വെച്ചുകൊടുത്ത് പ്രത്യേകിച്ചും അമ്മായിയമ്മയെ സുഖിപ്പിക്കണമെന്നായിരുന്നു ഉള്ള ലക്ഷ്യം. നല്ല മണം വരുന്നുണ്ട്. പെട്ടെന്നുണ്ടാക്കി ചേച്ചി. കാശ്വി എല്ലാവർക്കും പ്ലേറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് കാശ്വിയുടെ ഭർത്താവിന്റെ അനിയൻ കഴിച്ചതോടെ പറഞ്ഞു, കൊള്ളാം ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിയുടെ ഇന്നത്തെ കുക്കിങ്ങിന് ഫുൾ മാർക്സ്. അതേ മോളെ, കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പാകത്തിനാ. എന്താ ശരിയല്ലേ? ഞാനാദ്യം രുചിച്ചൊന്ന് നോക്കട്ടെ, പറയാം. സുവർണ അപ്പോൾ കറിയിൽ നിന്നും ഒരൽപ്പം എടുത്ത് രുചിച്ചു നോക്കി. കഴിച്ചു കഴിഞ്ഞപ്പോൾ സുവർണയുടെ മുഖഭാവം ഒന്ന് മാറി. എന്തു പറ്റി അമ്മ? കറിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നം. കറിയിൽ നിന്റെ മുടിയുണ്ട്. നീ കണ്ടോ ഇത്? ക്ഷമിക്കണേ അമ്മ, ഞാൻ വേറെ പ്ലേറ്റിൽ തരാം അമ്മയ്ക്ക് ആഹാരം. ഇത് പറഞ്ഞ് കാശ്വി അപ്പ തന്നെ വേറെ പ്ലേറ്റിൽ അമ്മയ്ക്ക് വിളമ്പിക്കൊടുത്തു. പക്ഷെ കാശ്വിയുടെ ഇന്നത്തെ ദോശ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. സുവർണ കഴിച്ചുകൊണ്ടിരുന്നപ്പോ വീണ്ടും മുടി കിട്ടി. ദേഷ്യം വന്നിട്ട് സുവർണ കഴിക്കാതെ പോയി. ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. സുവർണയ്ക്ക് പണ്ടേ ഒരിത്തിരി കുശുമ്പ് കൂടുതലായിരുന്നു. സ്വന്തം 2 ആൺമക്കൾക്ക് നല്ല സുന്ദരിയായ ഭാര്യമാര് വരണമെന്നായിരുന്നു. വീട്ടിലെ ജോലിയും നോക്കണം. തൽക്കാലം മൂത്ത മകൻ രവിയുടെ കല്യാണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സുവർണയെ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ കാശ്വിയുടെ തലയിൽ തന്നെയായിരുന്നു. അവള് സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ശ്രമത്തിന്റെ ഇടയ്ക്ക് അവക്കാകെ ഒരു ബുദ്ധിമുട്ട് അവളുടെ നീണ്ട മുടി തന്നെയായിരുന്നു. അമ്മേ, അമ്മയ്ക്കെന്തെങ്കിലും വേണോ? എനിക്കൊരു ഗ്ലാസ് ചായ വേണമായിരുന്നു. അങ്ങനെ സുവർണ സ്വന്തമായി ചായ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴേക്കും സുവർണ ഒന്ന് തറയിൽ നോക്കിയപ്പോ അവിടെ മുഴുവനും കാശ്വിയുടെ 2-3 മുടി കിടപ്പുണ്ടായിരുന്നു. ഓഹ്, നിനക്ക് നിന്റെ മുടി ഒന്ന് കെട്ടിവെച്ചൂടെ? എവിടെ നോക്കിയാലും നിന്റെ മുടി മാത്രം എവിടെ? അമ്മ, എന്റെ മുടി ഇങ്ങനെയാ. എത്ര കെട്ടിവെച്ചാലും അതങ്ങ് അഴിഞ്ഞു പോരുവാ. എന്ത് ചെയ്യാനാ? നോക്ക്, ആഹാരം നീ നന്നായി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ കഴിക്കുന്ന സമയത്ത് മുടി കിട്ടണം നല്ലതല്ല. എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യണം. കാശ്വി ഈ കാര്യം സ്വന്തം ഭർത്താവിനോടൊന്ന് സംസാരിച്ചു. ഞാൻ എന്ത് ചെയ്താലും അമ്മയ്ക്ക് സന്തോഷമാവുന്നില്ലല്ലോ. ഈ മുടി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ? അതത്ര വലിയ കാര്യമൊന്നുമല്ലേ. വാ, ഇനി കിടന്നുറങ്ങാം. നാളെ എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. രവിയോട് സംസാരിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാശ്വി പേടിച്ചതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ സംഭവിച്ചു. അമ്മായിയുടെ പ്ലേറ്റിൽ മാത്രമല്ലായിരുന്നു മുടി, അമ്മായിയച്ഛന്റെ പ്ലേറ്റിലും മുടി ഉണ്ടായിരുന്നു. ഇത് കണ്ടതോടെ സുവർണയുടെ രക്തം തിളച്ച് അവള് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, എന്നും ആഹാരത്തിന്റെ അകത്ത് ഈ മുടി ഇട്ടിട്ട് നീ എന്താ ആഗ്രഹിക്കുന്നേ? നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ടേ റൂമിൽ നിന്ന് പുറത്തേ ഇറങ്ങണ്ട. അമ്മായി, അങ്ങനെയല്ല. എനിക്ക് ആഹാരം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഈ മുടി എനിക്കറിയില്ല. അതെ, നാളെ തൊട്ട് ഞാൻ വാക്ക് തരാം. ഞാൻ ഒരു മുടി പോലും വീഴ്ത്താതെ നോക്കിക്കോളാം. കാശ്വി ഇതും പറഞ്ഞിട്ട് മുറിയിലേക്ക് കരഞ്ഞുകൊണ്ടുപോയി. അപ്പോഴേക്ക് രജിത്ത് അമ്മോട് പറഞ്ഞു, എന്തിനാ ഭക്ഷണത്തിൽ മനഃപൂർവ്വം മുടി ചേർത്തത്? അല്ല സുവർണ, സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? അവരെല്ലാവരും പറയണ കേട്ടപ്പോ സുവർണയ്ക്കും തോന്നി അവള് പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയെന്ന്. അതുകൊണ്ട് സുവർണ കാശ്വിയുടെ മുറിയിലേക്കൊന്ന് പോയി. കാശ്വിയുടെ മുറിയിലേക്ക് സുവർണ കേറിയപ്പോ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. കിഷോർ, രവി, രജിത്ത് ഓടി അവിടേക്ക് വന്നു. കാശ്വിയെ കണ്ട് അവരും ഞെട്ടിപ്പോയി. നിന്റെ മുടി എവിടെ പോയി? ഞാൻ വെട്ടി. മുടിയല്ലേ എല്ലാവരുടെയും പ്രശ്നം, അത് വെട്ടി. മുടിയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്റെ ആഹാരം ഇഷ്ടപ്പെടുമല്ലോ, അല്ലേ അമ്മ? എടി മന്ദബുദ്ധി, നിനക്കല്ലെങ്കിലും വട്ടായിരുന്നല്ലേ. മുടി കളഞ്ഞിട്ട് നീ ഇത് എന്ത് പരിപാടിയാ ചെയ്തത്? ഞാനാണെങ്കിൽ ദിനേശിനെയും കുടുംബത്തിനെ കഴിക്കാൻ വിളിക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? മുട്ട മരുമകളെ കാണിക്കണോ ഞാൻ? സുവർണ ചോദിച്ച ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കാശ്വിക്ക് തോന്നിയത് മൊട്ടയടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. പക്ഷെ അവള് വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടിയതേയുള്ളൂ. അവക്കന്നിട്ടും അമ്മായിയമ്മേനെ സന്തോഷപ്പെടുത്താൻ പറ്റിയില്ല. അതെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എല്ലായ്പ്പോഴും ഇത് ധരിച്ചാ മതി. കാശ്വി അപ്പ തന്നെ ആ വിഗ് എടുത്ത് വെച്ചു. കാശ്വിയുടെ ശരിക്കുള്ള മുടിയെപ്പോലെ നല്ല അഴകുള്ളതല്ലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുമ്പിലും കാശ്വി മൊട്ടയായിട്ട് നടക്കണ്ടല്ലോ, അത് തന്നെ സമാധാനം. പിന്നീട് വൈകുന്നേരം, ആഹാ, നല്ല ഭക്ഷണ മോളെ നീ ഉണ്ടാക്കിയത്. സത്യമായിട്ടും അന്നപൂർണേശ്വരി മരുമകളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന പോലെയുണ്ട്. നല്ലതാട്ടോ.
ഇനിയിപ്പൊ ചേച്ചിക്ക് ഫ്രീ ആവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കേട്ടത് മോളുടെ മുടി നല്ല നീളമുള്ളതും കറുപ്പും ഒക്കെയാണെന്ന്. പക്ഷെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? രജത്തിന്റെ മാമി എന്തേലും പറയണതിന് മുമ്പ് തന്നെ രജത്ത് കയറി അങ്ങ് പറഞ്ഞു, ചേച്ചി ഇപ്പൊ പുതിയൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, കൊള്ളാവോ? രജിത്ത് അപ്പോഴേക്കും ബുദ്ധി കാണിച്ചു. പക്ഷെ സുവർണയ്ക്ക് അപ്പോഴും ദേഷ്യമായിരുന്നു. വെള്ളം കൊണ്ടുവരാൻ അവൾ എണീറ്റു. അപ്പോഴേക്കും കാലൊന്ന് തെന്നി. കാശ്വി ഓടി വന്ന് അമ്മേനെ പിടിച്ചു. സുവർണ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ കാശ്വീനെ കണ്ടപ്പോഴേക്കും സുവർണ മനസ്സിൽ തന്നെ വിചാരിച്ചു, വീണാ മതിയായിരുന്നു. കാശ്വിയുടെ തലയിൽ നിന്നും ആ വിഗ് അങ്ങ് താഴത്തോട്ട് പോയി. കാരണം അവള് വളരെ വേഗത്തിലാണ് രക്ഷപ്പെടുത്താൻ വന്നത്. അവള് മൊട്ടയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. എന്റെ കൃഷ്ണ, ഇതെന്താ മൊട്ടത്തലയോ? ചേച്ചി രവിക്ക് വേണ്ടി കൊണ്ടുവന്ന ഇങ്ങനത്തെ മരുമോളയാണോ? അതല്ലേ കല്യാണത്തിന്റെ ഫോട്ടോയില് വേറെ രീതിയിലെ മുടിയും, ദാ ഇപ്പൊ വേറെ രീതിയിലും. നിന്റെ കയ്യിലിനി എത്ര വിഗും കൂടെ ഉണ്ട്, ഞാനൊന്ന് കാണട്ടെ. സുവർണയുടെ ചേട്ടത്തി അവളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. കാശ്വി ഒരു മൂലയ്ക്ക് മാറി പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് സുവർണയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൾക്ക് ഇതെല്ലാം കണ്ട് മതിയായി. അവൾ പറഞ്ഞു, ചേട്ടത്തി, വിഗിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ മരുമകളും നല്ല സംസ്കാര സമ്പന്നയാണ്. എനിക്കത് തന്നെ ധാരാളമാണ്. അമ്മായിയമ്മയും അമ്മായി അച്ഛനെയും ചീത്ത വിളിക്കുന്ന മരുമോളെക്കാളും നല്ലതേ മുടിയില്ലാത്ത മരുമോള. നിങ്ങളുടെ മരുമോൾ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാശ്വിക്ക് ഞാൻ വീണാൽ എന്താ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ അവൾ അതൊന്നും നോക്കാതെ വന്ന് പിടിച്ചില്ലേ, അതാണ് അവളുടെ സ്നേഹം. ഇതിലപ്പുറം എന്ത് പരീക്ഷണമാണ് ഇനി അവൾക്ക് കിട്ടേണ്ടത്? കാശ്വി എന്റെ മരുമോളാന്ന് പറയാൻ എനിക്ക് അന്തസ്സേ ഉള്ളൂ. സുവർണ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും കാശ്വിക്ക് ഭയങ്കരമായി ആശ്വാസം കൊടുത്തു. അവക്കിനി വേറെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. മുടി എന്താ, കുറച്ചു കഴിയുമ്പോൾ വരുമല്ലോ. അവൾക്ക് അമ്മായിയുടെ സ്നേഹവും വിശ്വാസവും ഒക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. അത് അവസാനം ഈ രീതിയിൽ കിട്ടുകയും ചെയ്തു. ചാന്ദിനിയുടെ ഭർത്താവ് ഉമേഷ് മുട്ട വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. അവന് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ മുട്ടകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവന്റെ കടയിൽ മുട്ട വാങ്ങാൻ ഒരുപാട് പേർ വരുമായിരുന്നു. ഉമേഷിന്റെ മുട്ടക്കടയ്ക്കടുത്ത് തന്നെ ശേഖർ എന്നാളുടെ മുട്ടക്കടയും ഉണ്ടായിരുന്നു. പക്ഷെ ശേഖർ ആ മുട്ട പുറത്തു നിന്ന് വാങ്ങി വിൽക്കും. അതുകൊണ്ട് എല്ലാവരും ഉമേഷിന്റെ കയ്യിൽ നിന്ന് മുട്ടകൾ വാങ്ങിക്കൊണ്ടുപോകും. ഉമേഷ് ചേട്ടാ, നിങ്ങളുടെ കോഴിമുട്ട കൊണ്ടാണ് ഞങ്ങളുടെ ടിഫിൻ തന്നെ. ഒരുപാട് രുചിയാണ്. നന്ദിയുണ്ട്. ഇതാ നിങ്ങളുടെ മുട്ട. നിങ്ങൾ നാളെ മുഴുവൻ ഇവിടെ ഇരുന്ന് ഈച്ച ഓടിച്ചുകൊണ്ടിരുന്നോ? ഉമേഷിന്റെ കട കണ്ടോ എത്ര വ്യാപാരമുണ്ടെന്ന്? എന്നാ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കി. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവന്റെ കച്ചവടത്തിന് കാരണം അവന്റെ കോഴികളാണ്. അത് എങ്ങനെയുള്ള കോഴിയാണെന്ന് മനസ്സിലാക്കണം. ശേഖർ രാത്രിയായതുമാരും അറിയാതെ ഉമേഷിന്റെ വീട്ടിലെ കോഴികളെയെല്ലാം തുറന്നു വിട്ടു. അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ കോഴികളില്ലാത്തതുകൊണ്ട് ഉമേഷ് വളരെ സങ്കടപ്പെട്ടു. അയ്യോ ദൈവമേ, കോഴികളെല്ലാം എവിടെ പോയി? ഒന്നിനെയും കാണുന്നില്ല. അമ്മേ, ചാന്ദിനി, വേഗം വരൂ. ഇവിടെ വന്ന് നോക്കൂ. കോഴികളെല്ലാം എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ദൈവമേ, ഇങ്ങനെയൊക്കെ ആരാ ചെയ്തത്? എനിക്കെന്താ രാത്രി ഈ വീടിന്റെ വാതിലാരോ തുറന്നെന്നാ തോന്നുന്നേ. നിങ്ങളോട് ആർക്കെവിടെ അസൂയുണ്ടാകാ? ആരാ ഇങ്ങനെ ചെയ്തത്? എന്നോട് ഇത്രയും വിരോധമുള്ളവർ ആരാണ്? ഉമേഷ് വിഷമിച്ച് അവിടുന്ന് അവന്റെ കടയിലേക്ക് ചെന്നു. പക്ഷേ അപ്പൊ ശേഖരന്റെ കടയിലുണ്ടായിരുന്ന തിരക്ക് കണ്ട് ഉമേഷ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. എന്ത് പറ്റി ഉമേഷ് ചേട്ടാ? ഇന്ന് കട തുറന്നില്ലേ? എന്താ ഇന്ന് കോഴി മുട്ടയിട്ടില്ലേ? എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാം കാരണം ഈ ശേഖറാണ്. ഇവനാണെന്ന് പറയാൻ കയ്യിൽ തെളിവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മൗനം പാലിക്കാം. ഉമേഷ് ദിവസം മുഴുവനും വിഷമത്തിലായിരുന്നു. അവനിപ്പോ കോഴികളില്ലാത്തതുകൊണ്ട് അവനിപ്പോ ചെയ്യാൻ ഒരു പണിയുമില്ലായിരുന്നു. അപ്പുറത്തെ ശേഖർ അവന്റെ കടയിൽ മുട്ട വിറ്റ് സമ്പാദിച്ചു കൊണ്ടിരുന്നു. ഉമേഷ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ചാന്ദിനിയും അവളുടെ അമ്മായിമ്മയും വിഷമിച്ചു. ഒരു ദിവസം ചാന്ദിനി അവളുടെ അമ്മായിമ്മ സുധിയോട് പറഞ്ഞു, അമ്മേ, എന്റെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരമില്ലേ? വരൂ, അത് വിറ്റ് നമുക്ക് കുറച്ച് കോഴികൾ എടുത്തിട്ട് വരാം. കോഴികൾ വീട്ടിൽ വന്നില്ലെങ്കിൽ അതുവരെ ഇദ്ദേഹം ഇങ്ങനെ തന്നെ വിഷമിച്ചിരിക്കും. നിന്നെപ്പോലെ മരുമകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് സ്വർഗത്തിന്റെ സമമാണ്. ശരി മോളെ, നീ പറഞ്ഞതുപോലെ നമ്മൾ പോയി കോഴികളെ വാങ്ങാം. അമ്മേ, മാർക്കറ്റ് അടച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ മാർക്കറ്റ് തുറക്കുള്ളൂ എന്ന്. ഇനി എന്താ ചെയ്യാ? ഒരാഴ്ച വരെ ഉമേഷ് എങ്ങനെ മിണ്ടാതിരിക്കും? എന്ത് ചെയ്യാനമ്മേ? ഒരാഴ്ച വരെ നമ്മൾ കാത്തിരുന്നേ തീരൂ. എന്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. എനിക്കറിയാം നിങ്ങൾ എന്ത് കഷ്ടത്തിലാണിപ്പോ ഉള്ളത് എന്ന്. നിങ്ങളാരാ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങളുടെ കഷ്ടം എന്താണുള്ളത്? ഞാനൊരു മാജിക് വുമൺ. കഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു സഹായം ചെയ്യും. അതെയോ? അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കഷ്ടം മനസ്സിലാക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ?
നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിലാണല്ലേ? ഇതുപോലെ ബന്ധം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്കറിയാം നിങ്ങൾ കോഴി വാങ്ങാനല്ലേ വന്നത്. മാർക്കറ്റ് അടച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ നിനക്ക് കുറച്ച് വിത്ത് തരാം. അത് നീ വയലിലിട്ടാൽ നിനക്ക് അതിൽ നിന്ന് മുട്ടകൾ കിട്ടും. അതിനുവേണ്ടി നീ കോഴി വളർത്തേണ്ട ആവശ്യവുമില്ല. എന്ത്? മുട്ടകൃഷിയോ? പക്ഷേ അതെങ്ങനെ നടക്കും? അതെന്ത് വിത്ത? അതിട്ട എങ്ങനെ മുട്ട വരും? ഇതാണ് വിത്തുകൾ. ഇത് നിന്റെ വീടിന്റെ മുറ്റത്തിട്. അത് കഴിഞ്ഞ ഈ വിത്തുകൾ അതിന്റെ മാജിക് കാണിക്കും. പക്ഷേ ഒന്ന് ഓർമ്മയിൽ വെച്ചോ, ഒരു ദിവസം 5 വിത്ത് മാത്രമേ നീ ഇടാവൂ, അല്ലെങ്കിൽ അത് തെറ്റാവും. വിഷമിക്കണ്ട, ഞാനിത് ഭദ്രമായി നോക്കാം. വീട്ടിൽ ചെന്ന് ചാന്ദിനിയും അമ്മായിയമ്മയും ഉമേഷിനോട് നടന്നതെല്ലാം പറഞ്ഞു. ആ മാജിക് വുമൻ പറഞ്ഞ പോലെ അവരുടെ വീട്ടുമുറ്റത്ത് 5 വിത്തുകൾ അവർ നട്ടുവെച്ചു. അമ്മേ, ചാന്ദിനി, നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുട്ട എങ്ങനെ വിളയാനാണ്? ആ മന്ത്രവാദിനി പറഞ്ഞത് വിശ്വസിച്ചോ? ആ, നന്നായി കുഴിച്ചിടൂ. നിങ്ങളുടെ മണ്ടത്തരം നാളെ മനസ്സിലാകും. അടുത്ത ദിവസം ഉമേഷ് ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയതും വളരെ ഷോക്കായി. എന്താ ഞാൻ എന്തായി കാണുന്നത്? മുട്ട വിളഞ്ഞിരിക്കുന്നെന്നോ? മരത്തിൽ നിന്നും മുട്ട കിട്ടുന്നെന്നോ? ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായും ദൈവം നമുക്ക് വഴി കാണിക്കുമെന്ന്. കണ്ടോ, 5 വിത്തുകൾ ഇട്ടതും ഇപ്പൊ 500 മുട്ടയുണ്ട്. ആ, ശരിക്കും ഇത് വളരെ അതിശയം തന്നെയാണ്. നമുക്കിനി വീട്ടുമുറ്റത്ത് ഈ മുട്ടകൃഷി തുടങ്ങാൻ തോന്നുന്നു. നീ നോക്കുമോനെ ഉമേഷ്, നീ ഒന്നിനും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നമ്മൾ മുട്ടകൾ വളർത്തുന്നു. അത് കഴിഞ്ഞ് നീ എടുത്തുകൊണ്ടുപോയി നിന്റെ കടയിൽ വെച്ച് വിൽക്കാം. ഇനി നിന്റെ പണി നന്നായി നടക്കും, നോക്കിക്കോ. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വീണ്ടും ചന്തയിൽ മുട്ട വിൽക്കാൻ പോകുക. ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. ചാന്ദിനിയും അവളുടെ അമ്മായിമ്മയും ദിവസം രാത്രിയായാൽ 5 വിത്തുകൾ കുഴിച്ചിടും. രാവിലെ നോക്കുമ്പോൾ അതിൽ 500 മുട്ടകൾ കിട്ടും. ഉമേഷിന്റെ കച്ചവടം നന്നായി നടന്നു. അവൻ അവന്റെ കടയിൽ മാത്രം മുട്ടകൾ വിൽക്കാതെ പുറത്തുള്ള കടകളിലേക്കും അവൻ സപ്ലൈ ചെയ്തു. വീണ്ടും ഉമേഷിന്റെ കച്ചവടം നന്നായി നടക്കുന്നത് കണ്ട് ശേഖർ ഒരുപാട് അസൂയപ്പെട്ടു. അവൻ ആ കാര്യം അറിഞ്ഞതും അവൻ അവന്റെ ഭാര്യയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിലേക്ക് പോകണം. ആ മാന്ത്രിക വിത്തും കൊണ്ടുവാ, മനസ്സിലായോ? നമുക്കും അതുകൊണ്ട് മുട്ട വ്യാപാരം കൂട്ടാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ചായ കുടിക്കുന്ന പോലെ അവരുടെ വീട്ടിൽ ചെന്ന് ആ വിത്തുകൾ മോഷ്ടിച്ചിട്ട് വരാം. പിന്നെ നമുക്കും മുട്ടകൃഷി ചെയ്യാം. ശേഖറിന്റെ ഭാര്യ വെറുതെ കാരണം പറഞ്ഞ് ഉമേഷിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. പിന്നെ തക്ക സമയം നോക്കി ആ വിത്തുകൾ മോഷ്ടിച്ചിട്ട് വന്നു. കണ്ടോ, ഞാൻ നിങ്ങൾ പറഞ്ഞ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഒരുപാട് വിത്തുകൾ നടൂ. എത്ര വിത്തുകൾ കുഴിച്ചിടുന്നോ അത്ര മുട്ട കിട്ടിയ വളരെ നല്ലതല്ലേ? ശേഖർ ഒരു കൈയളവ് വിത്തല്ല, ഏകദേശം 2 കൈയളവ് വിത്തുകൾ അവന്റെ മുറ്റത്ത് കുഴിച്ചിട്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെ ശേഖർ പിന്നെ അവന്റെ ഭാര്യ ഉറങ്ങി എഴുന്നേറ്റതും അവരത് കണ്ട് വളരെ പേടിച്ചു. അവരുടെ വീട് മൊത്തം ഇപ്പൊ മുട്ട മാത്രം. അവർ രണ്ടുപേരും ആ മുട്ടകൾക്കിടയിൽ പെട്ടുപോയി. അപ്പൊ പെട്ടെന്ന് ശേഖരന്റെ കടയിൽ പണിയെടുക്കുന്ന പണിക്കാരൻ ഇതെല്ലാം കണ്ടു. അയ്യോ, ആരെങ്കിലും പോയി ആ ഉമേഷിനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്താ ഇത്? അമ്മേ, ചാന്ദിനി, എന്താ ഇത്? ഇങ്ങനെ ഇവരെ വിട്ടാൽ മുട്ടയ്ക്കിടയിൽപ്പെട്ട് ഇവർ മരിച്ചു പോകുമല്ലോ. അപ്പൊ അവിടേക്ക് ആ മാജിക് വുമൺ വന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഈ കാര്യം അറിയില്ലല്ലേ? ഇവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ വിത്തുകൾ മോഷ്ടിച്ചത്. പക്ഷെ ഇവർക്കറിയില്ല അത്യാഗ്രഹം കാണിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ഇവർ രണ്ടുപേര് ചെയ്തത് തെറ്റ്. അതിനുള്ള ശിക്ഷ ഞാൻ തീർച്ചയായും കൊടുക്കും. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ദയവ് ചെയ്തങ്ങനെ ചെയ്യരുത്. അവരൊന്നും അറിയാത്തവരാ, ഞങ്ങളുടെ അടുത്ത വീട്ടുകാരും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് കഷ്ടമാകും. ആ, അതെ അതെ, ദയവ് ചെയ്തവരെ വിട്ടേക്കൂ. ഉമേഷ്, എന്നോട് ക്ഷമിക്ക്. ഞാനാ നിന്റെ എല്ലാ കോഴികളെയും മോഷ്ടിച്ചത്, നീ കച്ചവടം ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇന്ന് നീയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ഞാനിന്ന് നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാം. പക്ഷെ ഇനി ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും കണ്ട് അസൂയപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും പൂച്ചയായി മാറ്റി ഞാൻ എന്റെ അടുത്ത് അടച്ചു വെക്കും, നോക്കിക്കോ. അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും എല്ലാരോടും ക്ഷമ ചോദിച്ചു. ഇനി ഇങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അന്നു മുതൽ വീണ്ടും ചാന്ദിനിയുടെ അമ്മായിമ്മയും മുട്ടകൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉമേഷ് ആ മുട്ടകളെ മാർക്കറ്റിൽ വിറ്റ് നന്നായി പൈസ സമ്പാദിക്കാൻ തുടങ്ങി. Thanks for watching.